ഞാൻ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ പറഞ്ഞു തുടങ്ങിയത് ഈ ഒരു പ്രോബ്ലം കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു. നിങ്ങൾ സമയമുള്ളവർ ഈ ഒരു പ്രോബ്ലം നിർബന്ധമായി നോക്കിയിട്ടുണ്ടാവണം. എന്താണ് പ്രത്യേകത എന്നുള്ളത് ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പ്രോപ്പർട്ടി വെച്ച് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൻ്റെ പ്രോപ്പർട്ടി വെച്ച് സോൾവ് ചെയ്യാനുള്ളതാണ്. 0 to π/2 sin raised to 4x. നിങ്ങളതിൻ്റെ ഫോമാറ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. മേലൊരു സൈനുണ്ട്, താഴെ സൈനുണ്ട്, കോസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് പ്രോപ്പർട്ടി 4നെ എവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അതിന് മുമ്പ് മസ്റ്റായും ചെയ്യേണ്ട കാര്യമാണ് ഐ എന്ന് പേര് കൊടുക്കുക. നമ്മൾ മുമ്പ് കണ്ടിരുന്നില്ല, ലെറ്റ് ഐ ഈക്വൽ ടു പറഞ്ഞിട്ട് എഴുതി കൊടുക്കുക. ക്വസ്റ്റൻ അതന്നെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നിങ്ങൾ പ്രോപ്പർട്ടി 4 P4 അപ്ലൈ ചെയ്യാം. P4 ഒന്നുമില്ലായിരുന്നു, 0 to a f(x) dx എന്ന് വന്നു കഴിഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ a-x കൊടുക്കാമെന്ന്. പ്രോപ്പർട്ടി 4 അതായിരുന്നു. ഓക്കെ, പ്രോപ്പർട്ടി 4 ഇതേ 0 to a f(x) dx എന്ന് വന്നു കഴിഞ്ഞാൽ 0 to a f(a-x) dx എന്ന് കൊടുക്കാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിനെ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാം. π/2 - x കൊടുത്തിട്ടുണ്ട്, കാരണം ഇവിടെ എയുടെ സ്ഥാനത്ത് π/2 ആണ്. അപ്പോൾ എല്ലായിടത്തും π/2 - x കൊടുത്തിട്ടുണ്ട്. π/2 - x കൊടുക്കുന്നത് ചിലർക്കൊക്കെ കത്തിയിട്ടുണ്ടാവും. ട്രിഗണോമെട്രിയിൽ നമ്മൾ ചെയ്തതാണ്. π/2 - θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആവും, സൈന് കോസ് ആവും, കോസ് സൈൻ ആവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ ജസ്റ്റ് x കാണുന്നതൊക്കെ π/2 - x കൊടുക്കണമെന്ന് മാത്രം ഓർത്താൽ മതി. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സൈനുള്ളതൊക്കെ കോസാക്കി കൊടുക്കുക, കോസ് ഉള്ളതൊക്കെ സൈനാക്കി കൊടുക്കുക, വേറെ ഒന്നും മാറ്റില്ല. അപ്പോൾ sin raised to 4 എന്നുള്ളത് cos raised to 4x ആവും. താഴെയുള്ള sin raised to 4ഉം cos raised to 4x ആവും. cos raised to 4 എന്നുള്ളത് sin raised to 4x ആവും. π/2 - x വന്നു കഴിഞ്ഞാൽ കോസ് സൈനാവും, സൈന് കോസ് ആവും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഐ എന്ന് പേര് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പിൽ π/2 - x കൊടുക്കുക. അടുത്ത സ്റ്റെപ്പിൽ സൈനൊക്കെ കോസാക്കുക, കോസ് എല്ലാം സൈനാക്കുക. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഓക്കെ, ഈ ലാസ്റ്റ് ഇപ്പോൾ എഴുതി നിർത്തിയല്ലോ, അതിന് നിങ്ങൾ ഐ എന്ന് തന്നെ പേര് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നോക്കി നോക്ക്, ഇത് ഐ ആണ്, ഐ ഈക്വൽ ടു സംതിങ്. ഇതും എഴുതി നിർത്തിയത് ഐ തന്നെയാണ്. ഞാൻ 1, 2 എന്ന് ഇക്വേഷൻ കൊടുത്തു. എന്നിട്ട് ഈ സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണം. 1 + 2 കൊടുക്കുക. ഫസ്റ്റ് ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും, ലെഫ്റ്റ് സൈഡ് നോക്കി, ലെഫ്റ്റ് സൈഡാണ് മസ്റ്റ് i + i, ലെഫ്റ്റ് സൈഡ് i + i ആണ്. റൈറ്റ് സൈഡ് ഇൻ്റഗ്രൽ 0 to π/2 ആണ്. ഇവിടെ ഇൻ്റഗ്രൽ 0 to π/2 ആണ്. ഇനി ഡിനോമിനേറ്റർ നോക്കി നോക്ക്, sin raised to 4x + cos raised to 4x. ഇവിടെയോ cos raised to 4x + sin raised to 4x. രണ്ടിടത്തും ഡിനോമിനേറ്റർ സെയിം ആണല്ലോ. അപ്പോൾ ന്യൂമറേറ്ററുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ പോരെ. ന്യൂമറേറ്ററുകൾ ഏതൊക്കെയാണ്, sin raised to 4xഉം cos raised to 4xഉം. അപ്പോൾ ന്യൂമറേറ്ററുകൾ ആഡ് ചെയ്ത് കൊടുക്കുക, sin raised to 4x + cos raised to 4x. ഡിനോമിനേറ്റർ അതന്നെ എഴുതി കൊടുക്കുക, cos raised to 4x + sin raised to, രണ്ടും സെയിം തന്നെയല്ലേ. നിങ്ങൾ നോക്കി നോക്കുക, ഇത് 1 അല്ലേ. ഇതിങ്ങനെ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പണികളെല്ലാം. ഓക്കെ, അപ്പോൾ ജനറലായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ എന്തായി പോകും, 1 ആയി പോകും. നമുക്ക് സിമ്പിളായിട്ട് ഇൻ്റഗ്രൽ 1 dx കിട്ടും. 2i ആവും കേട്ടോ, ലെഫ്റ്റ് സൈഡ് i + i, 2i = 0 to π/2 1 dx. 1ൻ്റെ ഇൻ്റഗ്രൽ x, അപ്പർ ലിമിറ്റ് π/2, ലോവർ ലിമിറ്റ് 0. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ π/2 - 0 π/2. ആൻസർ കഴിഞ്ഞില്ല, 2i = π/2 എന്നാണ് കിട്ടിയത്. അപ്പോൾ i = എന്താ വരിക, 2നെ കൊണ്ട് കൊണ്ടായാൽ π/4. ആൻസർ π/4 ആണ്. സിമ്പിളായിട്ട് ഇത് എഴുതി പഠിച്ചോടാ, കാരണം ഇത് ജനറൽ ആയിട്ടുള്ളൊരു റിസൾട്ട് പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും 0 to π/2 ശ്രദ്ധിക്കുക, 0 to π/2 sin raised to nx sin raised to nx + cos raised to nx. ഈ n ഏതും ആവാം. ഇങ്ങനത്തെ വേറെയും ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. പ്രീവിയസ് ആയിട്ട് വന്നിട്ടുമുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ ഉറപ്പായിട്ടും π/4 ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഏത് വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഈ 4 അല്ല, ഇപ്പോൾ ഇത് സൈനാണ് മുകളിൽ, കോസ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇതന്നെ യൂസ് ചെയ്യാം. ഓക്കെ, താഴെ സൈനും കോസും, മുകളിൽ സൈനോ കോസോ ഏതെങ്കിലും ഒന്ന്, മൂന്നിൻ്റെയും പവർ സെയിം ആയിരിക്കും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതേ സ്റ്റെപ്പുകൾ, ആ പവർ മാത്രമേ മാറ്റേണ്ടുള്ളൂ, ഫൈനൽ ആൻസർ പോലും മാറ്റം ഉണ്ടാവില്ല. ഫൈനൽ ആൻസർ π/4 ആയിരിക്കും. ഓക്കെ, ഇത് ജനറൽ റിസൾട്ടായിട്ട് തന്നെ നമുക്ക് പറയാം. ഫോമാറ്റ് മറക്കണ്ട, മുകളിൽ സൈനോ കോസോ അതിൻ്റെ ഒരു പവർ, താഴെ സൈനും കോസും ഉണ്ടായിരിക്കും, രണ്ടിനും സെയിം പവർ തന്നെ ആയിരിക്കും. ഇനി നിങ്ങളെ മനഃപൂർവ്വം തെറ്റിക്കാൻ വേണ്ടി തരുന്ന ക്വസ്റ്റ്യനാണ് ഇങ്ങനെയൊക്കെ, √sin x √sin x + √cos x. പക്ഷേ നിങ്ങൾ ബുദ്ധിയുള്ള ടീംസ് അല്ലേ, എന്ത് ചെയ്യുക, sin x / 1/2 എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ഇവിടെയും 1/2, ഇവിടെയും 1/2, ഇവിടെയും 1/2, ബാക്കി എല്ലാം സെയിം അല്ലേ. ഇത് ചെയ്താലും π/4 ആണ് ആൻസർ വരിക. ആ 4ന് പകരം 1/2 ആണെന്ന് മാത്രം. ഫൈനൽ ആൻസർ ഒന്നും മാറ്റമില്ല. ഇത് കണ്ടോ, ഇതും സെയിം ആൻസർ വരിക, 3/2, 3/2, ഇവിടെയും 3/2. ഇനി നോക്കി നോക്കൂ, ഇവിടെ 5, 5, 5, ഇതിൻ്റെ സെയിം ആൻസർ വരിക. നമ്മളിപ്പോൾ ചെയ്തതിൽ 4 മാറ്റിയിട്ട് 5 ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതെന്തായാലും നോക്കിക്കോ. പിന്നെ മറ്റേ പ്രീവിയസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇതിൻ്റെ വെറൈറ്റികൾ കാണാം.
ഇതിൻ്റെയൊക്കെ ആൻസർ സെയിം ആണ്. ആ നമ്പർ മാറ്റിയാൽ മാത്രം മതി. അതാണ് അത്ര ഇമ്പോർട്ടൻ്റാന്ന് പറഞ്ഞ് പലതവണ റിപ്പീറ്റഡായിട്ട് വന്നിട്ടുമുണ്ട്. ഇനി ഞാൻ നേരത്തെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ഓഡ് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത്. ഇപ്പോൾ ഞാൻ -π/2 to π/2 sin x dx. ഓക്കെ, sin എക്സിൻ്റെ പ്രത്യേകത എന്താ? sin -x പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് sin x ആണ് അല്ലേ? അതായത് f(-x) ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? -f(x) ആണ്. ഇതിൻ്റെ മീനിങ് എന്താ? ഫംഗ്ഷൻ ഓടാണെന്നോ? sin x ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓടാണെന്നുണ്ടെങ്കിൽ -a to a f(x) dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോലും നിൽക്കേണ്ട, അത് 0 ആയിരിക്കും. ഓക്കെ, ഇനി ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷനാണ്. പക്ഷേ എങ്ങനെ ചെയ്യാമെന്നൊക്കെ ആലോചിച്ചിരിക്കാറുണ്ട്. കുട്ടികൾ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കൊടുത്ത് വേർക്കാറുണ്ട്. പക്ഷേ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട ഓർമ്മകളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. f(x) എന്നാണ് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു f(-x) ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അത് എക്സിന് പകരം -x കൊടുക്കുക. അപ്പോൾ sin⁵ -x, cos⁴ -x. cos⁴ -x എന്തായാലും കോസിന് മൈനസ് ഉള്ളിൽ വന്നിട്ട് യാതൊരു കാര്യമില്ല. അത് cos⁴x തന്നെയാവും. സൈനിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പുറത്തേക്ക് എടുക്കാം അല്ലേ? പവർ ഓടും കൂടെ അല്ലേ? അപ്പോൾ എന്തായാലും വരും. നോക്കി നോക്കൂ, ഇത് -f(x) കിട്ടിയില്ലേ? അപ്പോൾ എന്താ കിട്ടിയത്? f(-x) പറഞ്ഞാൽ -f(x) ആണ്. ഇതിൻ്റെ മീനിങ് എന്താ? ഓഡ് ഫംഗ്ഷൻ അല്ലേ? നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. -a to a f(x) dx. f(x) ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ 0 ആണ്. നിങ്ങൾ ഈ ഒരു കാൽക്കുലേഷൻ സൈഡിൽ ചെയ്ത് കൊടുക്കുക. ഇൻ്റഗ്രേഷൻ ഒന്നും ചെയ്യേണ്ട, പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഫൈനൽ ആൻസർ 0 എന്ന് പറയാം.